നമ്മളിന്ന് നോക്കുന്നത് 2017 LGS പരീക്ഷകളിൽ PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യപേപ്പർ ഒക്ടോബർ 7, 2017 നടത്തിയ LGS പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ. രണ്ടാമത്തെ ചോദ്യം, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി അന്റാർട്ടിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. നാലാമത്തെ ചോദ്യം, 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം? ഉത്തരം ഓപ്ഷൻ സി ടോക്കിയോ. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേത്? ഉത്തരം ഓപ്ഷൻ എ ആന. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഏഴാമത്തെ ചോദ്യം, ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഉത്തരം ഓപ്ഷൻ ബി സോജില. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി പയ്യന്നൂർ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 29. പത്താമത്തെ ചോദ്യം, റബ്ബറിൻ്റെ ജന്മദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ. 11ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ലൂയി 16. 12ാമത്തെ ചോദ്യം, മണ്ണിനെക്കുറിച്ചുള്ള പഠനം? ഉത്തരം ഓപ്ഷൻ എ പെഡോളജി. 13ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയും ചൈനയും. 14ാമത്തെ ചോദ്യം, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭയിൽ. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയൻ? ഉത്തരം ഓപ്ഷൻ ബി അമർത്യ സെൻ. 16ാമത്തെ ചോദ്യം, പുതിയ UN സെക്രട്ടറി ജനറൽ? ഉത്തരം ഓപ്ഷൻ സി ആന്റോണിയോ ഗുട്രസ്. 17ാമത്തെ ചോദ്യം, കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ചൈന. 18ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1942. 19ാമത്തെ ചോദ്യം, ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ടാഗോർ. 20ാമത്തെ ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം? ഉത്തരം ഓപ്ഷൻ എ CO2. 21ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി? ഉത്തരം ഓപ്ഷൻ ബി ശ്രീമതി ശൈലജ. 22ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി കാവൻഡിഷ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ സി ഗംഗ. 24ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മണ്ണ് വർഷം? ഉത്തരം ഓപ്ഷൻ സി 2015. 25ാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത്? ഉത്തരം ഓപ്ഷൻ ബി സർവേ ഓഫ് ഇന്ത്യ. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം? ഉത്തരം ഓപ്ഷൻ എ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. 28ാമത്തെ ചോദ്യം, കാൽബൈശാഖി എന്നത്? ഉത്തരം ഓപ്ഷൻ സി മഴ. 29ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ എ എവറസ്റ്റ്. 30ാമത്തെ ചോദ്യം, ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയി? ഉത്തരം ഓപ്ഷൻ ബി പാകിസ്ഥാൻ. 31ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ പ്രധാനമന്ത്രി. 32ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയഗാനം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ടാഗോർ. 33ാമത്തെ ചോദ്യം, ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത്? ഉത്തരം സി മികച്ച പരിശീലകന്. 34ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയതാണ്. അടുത്തത് 35ാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകമേത്? ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ഡി 10 വർഷം. 37ാമത്തെ ചോദ്യം, മലയാള ഭാഷയുടെ പിതാവാര്? ഉത്തരം ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ. 38ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്?
ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. 40ാമത്തെ ചോദ്യം, ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി വ്യാഴം. 41ാമത്തെ ചോദ്യം, ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. 42ാമത്തെ ചോദ്യം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 43ാമത്തെ ചോദ്യം, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി O പോസിറ്റീവ്. 44ാമത്തെ ചോദ്യം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 45ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി എറണാകുളം. 46ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? ഉത്തരം ഓപ്ഷൻ എ 500 സെക്കൻഡ്. 47ാമത്തെ ചോദ്യം, ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ്. 48ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ എ ജൂൺ 5. 49ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി MC ജോസഫൈൻ. 50ാമത്തെ ചോദ്യം, HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ബാഡ്മിന്റൺ. 51ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഭാഗം 4A. 52ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി തൃശൂർ. 53ാമത്തെ ചോദ്യം, നാസ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി അമേരിക്ക. 54ാമത്തെ ചോദ്യം, മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ചെങ്കിസ് ഖാൻ. 55ാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1498. 56ാമത്തെ ചോദ്യം, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഉത്തരം ഓപ്ഷൻ സി ഓറഞ്ച്. 57ാമത്തെ ചോദ്യം, ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ. 58ാമത്തെ ചോദ്യം, കല്ലയിൽ പൊക്കുടന്റെ ആത്മകഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം. 59ാമത്തെ ചോദ്യം, എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ വൈറസ്. 60ാമത്തെ ചോദ്യം, കേരള പിറവി ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി നവംബർ 1. 61ാമത്തെ ചോദ്യം, പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 206. 62ാമത്തെ ചോദ്യം, മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡെൻഡേൻ. 63ാമത്തെ ചോദ്യം, വൈറ്റമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഉത്തരം ഓപ്ഷൻ സി നിശാന്തത. 64ാമത്തെ ചോദ്യം, സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. 65ാമത്തെ ചോദ്യം, ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത്? ഉത്തരം ഓപ്ഷൻ ബി ORS ലായനി. 66ാമത്തെ ചോദ്യം, പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുരുമുളക്. 67ാമത്തെ ചോദ്യം, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 68ാമത്തെ ചോദ്യം, വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്? ഉത്തരം ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. 69ാമത്തെ ചോദ്യം, ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി DNA. 70ാമത്തെ ചോദ്യം, ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഉത്തരം ഓപ്ഷൻ എ ഊർജം. 71ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂക്ലിയസ്. 72ാമത്തെ ചോദ്യം, അലൂമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ബോക്സൈറ്റ്.
73-ാമത്തെ ചോദ്യം, ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻഡലോഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഉത്തരം ഓപ്ഷൻ ബി ഗാലിയം. 74-ാമത്തെ ചോദ്യം, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സർ ഹംഫ്രി ഡേവി. 75-ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. 76-ാമത്തെ ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജൂൾ. 77-ാമത്തെ ചോദ്യം, ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ താപോർജ്ജം. 78-ാമത്തെ ചോദ്യം, ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 340. 79-ാമത്തെ ചോദ്യം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? ഉത്തരം ഓപ്ഷൻ സി മൂന്നാം ചലന നിയമം. 80-ാമത്തെ ചോദ്യം, അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കിയ വർഷമേത്? ഉത്തരം ഓപ്ഷൻ സി 2015. 81-ാമത്തെ ചോദ്യം, 841 പ്ലസ് 673 മൈനസ് 529 ഈക്വൽ? ഉത്തരം ഓപ്ഷൻ ബി 985. 82-ാമത്തെ ചോദ്യം, 100ന്റെ വർഗമൂലം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 10. 83-ാമത്തെ ചോദ്യം, 1/2ന്റെ 1/2 ഭാഗം എത്ര? ഉത്തരം ഓപ്ഷൻ സി 1/4. 84-ാമത്തെ ചോദ്യം, 5, 10, 12 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 60. 85-ാമത്തെ ചോദ്യം, 12, 20, 24 എന്നീ സംഖ്യകളുടെ ഉസാഖ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 4. 86-ാമത്തെ ചോദ്യം, 2/3 മൈനസ് 1/2 പ്ലസ് 5/6 ഈക്വൽ? ഉത്തരം ഓപ്ഷൻ ഡി 1. 87-ാമത്തെ ചോദ്യം, 15.9 പ്ലസ് 8.41 മൈനസ് 10.01 ഈക്വൽ? ഉത്തരം ഓപ്ഷൻ സി 14.3. 88-ാമത്തെ ചോദ്യം, 2.5ന്റെ വർഗം എത്ര? ഉത്തരം ഓപ്ഷൻ സി 6.25. 89-ാമത്തെ ചോദ്യം, ഒരു കച്ചവടക്കാരൻ 1 ഡസൻ പെൻസില് 48 രൂപയ്ക്ക് വാങ്ങി. ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭം എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ ബി 12. 90-ാമത്തെ ചോദ്യം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 5 ആളുകളുടെ പ്രായം 25, 27, 33, 41, 54 ആയാൽ അവരുടെ ശരാശരി പ്രായം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 36. 91-ാമത്തെ ചോദ്യം, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 150 മീറ്റർ. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ ഓടുന്ന മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 30 സെക്കൻഡ്. 92-ാമത്തെ ചോദ്യം, 18 പ്ലസ് 4 × 3 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ? ഉത്തരം ഓപ്ഷൻ ഡി 28. 93-ാമത്തെ ചോദ്യം, 1, 2, 4, 7, 11 ഇങ്ങനെ തുടർന്നാൽ അടുത്ത സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 16. 94-ാമത്തെ ചോദ്യം, 2 = 5, 3 = 6, 4 = 7 അങ്ങനെയായാൽ 5 = എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 8. 95-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2. 96-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 7/10ന്റെ സ്ഥാനം എത്രാമത്? ഉത്തരം ഓപ്ഷൻ സി 3. 97-ാമത്തെ ചോദ്യം, 2 and 1/5ന് തുല്യമായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 11/5. 98-ാമത്തെ ചോദ്യം, ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സ് പ്രായമുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 6.
99-ാമത്തെ ചോദ്യം. ഒരാൾ നിന്ന സ്ഥലത്ത് നിന്ന് നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടക്കുന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 6 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലമുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 10. 100-ാമത്തെ ചോദ്യം. ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് 50 കായുള്ള ഒരു നേന്ത്രക്കുല 500 രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി. അയാൾ ഒരു പഴത്തിന് 12 രൂപ നിരക്കിൽ വിറ്റാൽ കൃഷിക്കാരന് വിലയിൽ ഉണ്ടായ നഷ്ടം എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 100. അടുത്തത് 2017 ഒക്ടോബർ 28 നടത്തിയ LGS പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങളാണ്. 1-ാമത്തെ ചോദ്യം. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി 2013. 2-ാമത്തെ ചോദ്യം. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സർവീസസ്. 3-ാമത്തെ ചോദ്യം. ദേശീയ ശാസ്ത്ര ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി 28. 4-ാമത്തെ ചോദ്യം. 14-ാം കേരള നിയമസഭാ സ്പീക്കർ ആര്? ഉത്തരം ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണൻ. 5-ാമത്തെ ചോദ്യം. 500-ന്റെയും 1000-ന്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ 2016 നവംബർ 8. 6-ാമത്തെ ചോദ്യം. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി തിരൂർ. 7-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ എ VS അച്യുതാനന്ദൻ. 8-ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2016. 9-ാമത്തെ ചോദ്യം. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി സി രാധാകൃഷ്ണൻ. 10-ാമത്തെ ചോദ്യം. റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധുവിന് വെള്ളി മെഡൽ നേടിയത്? ഉത്തരം ഓപ്ഷൻ സി ബാഡ്മിന്റൺ. 11-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ സിന്ധു. 12-ാമത്തെ ചോദ്യം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആനമുടി. 13-ാമത്തെ ചോദ്യം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം? ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടകം. 14-ാമത്തെ ചോദ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. 15-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ മാർച്ച് മുതൽ മെയ് വരെ. 16-ാമത്തെ ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. 17-ാമത്തെ ചോദ്യം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ബി 36. 18-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. 19-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 20-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊൽക്കത്ത. 21-ാമത്തെ ചോദ്യം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 22-ാമത്തെ ചോദ്യം. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി ജനുവരി 26. 23-ാമത്തെ ചോദ്യം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. 24-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 25-ാമത്തെ ചോദ്യം. നമ്മുടെ ദേശീയ മൃഗം? ഉത്തരം ഓപ്ഷൻ ഡി കടുവ. 26-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 27-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ 2005. 28-ാമത്തെ ചോദ്യം. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം? ഉത്തരം ഓപ്ഷൻ ഡി കുങ്കുമം. 29-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് HL ദത്തു.
30-ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം? ഉത്തരം ഓപ്ഷൻ സി 52 സെക്കൻഡ്. 31-ാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സമരം. 32-ാമത്തെ ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. 33-ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരുണ ആസഫ് അലി. 34-ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിരുന്നു. 35-ാമത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം. 36-ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 37-ാമത്തെ ചോദ്യം, 1961-ൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിന്റെ കീഴിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗൽ. 38-ാമത്തെ ചോദ്യം, ദേശീയ തലസ്ഥാന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡൽഹി. 39-ാമത്തെ ചോദ്യം, ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1962. 40-ാമത്തെ ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ഉത്തരം ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. 41-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. 42-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. 43-ാമത്തെ ചോദ്യം, കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. 44-ാമത്തെ ചോദ്യം, കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. 45-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ നെയ്യാർ. 46-ാമത്തെ ചോദ്യം, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കഞ്ചിക്കോട്. 47-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. 48-ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആര്? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. 49-ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നീണ്ടകര. 50-ാമത്തെ ചോദ്യം, ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കേരളം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. 52-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അൽ അമീൻ. 53-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. 54-ാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാരാണ്? ഉത്തരം ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. 55-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. 56-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. 57-ാമത്തെ ചോദ്യം, കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഇരവിപേരൂർ. 58-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. 59-ാമത്തെ ചോദ്യം, അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം. 60-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1956. 61-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ത്വക്ക്. 62-ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഈഡിസ്. 63-ാമത്തെ ചോദ്യം, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ്. 64-ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏത്?
ഉത്തരം ഓപ്ഷൻ സി ജീവകം ഡി. 65-ാമത്തെ ചോദ്യം ജലദോഷത്തിന് കാരണമായ രോഗകാരി. ഉത്തരം ഓപ്ഷൻ സി വൈറസ്. 66-ാമത്തെ ചോദ്യം ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്ഷയം. 67-ാമത്തെ ചോദ്യം അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. ഉത്തരം ഓപ്ഷൻ ഡി അന്നജം. 68-ാമത്തെ ചോദ്യം പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. 69-ാമത്തെ ചോദ്യം കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. 70-ാമത്തെ ചോദ്യം ആഗോള താപനത്തിന് കാരണമായ വാതകം. ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. 71-ാമത്തെ ചോദ്യം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഉത്തരം ഓപ്ഷൻ സി നീൽസ് ബോർ. 72-ാമത്തെ ചോദ്യം ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ബി അലൂമിനിയം. 73-ാമത്തെ ചോദ്യം മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ അറ്റോമിക മാസ്. 74-ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയതാണ്. 75-ാമത്തെ ചോദ്യം കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 76-ാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജൂൾ. 77-ാമത്തെ ചോദ്യം പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. ഉത്തരം ഓപ്ഷൻ എ 120 ഡിഗ്രി സെൽഷ്യസ്. 78-ാമത്തെ ചോദ്യം ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി കറുപ്പ്. 79-ാമത്തെ ചോദ്യം കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം. ഉത്തരം ഓപ്ഷൻ സി അൾട്രാ വയലറ്റ്. 80-ാമത്തെ ചോദ്യം പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വ്യാഴം. 81-ാമത്തെ ചോദ്യം 10840 മുതൽ 10871 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 32. 82-ാമത്തെ ചോദ്യം 1 and 3/4 പ്ലസ് 2 and 1/2 പ്ലസ് 5 and 1/4 മൈനസ് 3 and 1/2 ഈക്വൽ. ഉത്തരം ഓപ്ഷൻ ബി 6. 83-ാമത്തെ ചോദ്യം മീനു തൻ്റെ യാത്രയുടെ 4/3 ഭാഗം ബസ്സിലും ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ മീനു ആകെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? ഉത്തരം ഓപ്ഷൻ എ 20. 84-ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. 2, 6, 7, 11. ഉത്തരം ഓപ്ഷൻ ഡി 6. 85-ാമത്തെ ചോദ്യം ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 20, അതിനു മുകളിൽ 18, അതിനു മുകളിൽ 16 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 സോപ്പ് മാത്രമാണെങ്കിൽ ആകെ എത്ര വരികളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 10. 86-ാമത്തെ ചോദ്യം ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 1, 3, 7, 15. ഉത്തരം ഓപ്ഷൻ ഡി 31. 87-ാമത്തെ ചോദ്യം അനുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് അനുവിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. അനുവിൻ്റെ വയസ്സിൻ്റെ 1/3 അനുവിൻ്റെ അനിയത്തിയുടെ പ്രായം. അനിയത്തിക്ക് 3 വയസ്സാണ്. അനുവിൻ്റെ അച്ഛൻ്റെ പ്രായം എത്ര? ഉത്തരം ഓപ്ഷൻ എ 36. 88-ാമത്തെ ചോദ്യം 1, 4, 9, 16 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി 25. 89-ാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വൃത്തം. 90-ാമത്തെ ചോദ്യം ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി 7. 91-ാമത്തെ ചോദ്യം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഉത്തരം ഓപ്ഷൻ സി 300 കിലോമീറ്റർ. 92-ാമത്തെ ചോദ്യം 901 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ചു കൂട്ടുന്നത് ഡാഷ് ഇൻറ്റു 15 തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ എ 1000.
93-ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1. 94-ാമത്തെ ചോദ്യം, ഒരാൾ നടക്കാനിറങ്ങിയാൽ ആകെ 1 കിലോമീറ്റർ നടക്കും. ഓരോ 100 മീറ്റർ നടന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കും. ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. അപ്പോൾ നടക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ വടക്ക് ദിശയിൽ. 95-ാമത്തെ ചോദ്യം, 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 25. 96-ാമത്തെ ചോദ്യം, 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി 7/20. 97-ാമത്തെ ചോദ്യം, ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും? ഉത്തരം ഓപ്ഷൻ സി 1250. 98-ാമത്തെ ചോദ്യം, 2 + 16 ÷ 2 × 4 - 5 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 29. 99-ാമത്തെ ചോദ്യം, ZPA YCB XDC ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ ബി WED. 100-ാമത്തെ ചോദ്യം, തീയതി കലണ്ടർ, അങ്ങനെയാണെങ്കിൽ സമയം? ഉത്തരം ഓപ്ഷൻ എ ക്ലോക്ക്.